ഹലോ പ്രിയമുള്ളവരെ, മാലയോഗത്തിൻ്റെ 64-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, മാലയോഗം എവിടെ, മാലയോഗത്തിന് എന്തു പറ്റി? സത്യത്തിൽ മാലയോഗത്തിനൊന്നും പറ്റിയിട്ടില്ല. അതിന് റെക്കോർഡ് ചെയ്യുന്ന എനിക്കാണ് പറ്റിയത്. പിന്നെയും പനിയായി, സൗണ്ട് പോയി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അലർജിക്ക് ഡിസീസ് ഉണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അറിഞ്ഞൂടാ. സൗണ്ടൊക്കെ പോയി കേട്ടോ. പിന്നെ മാലയോഗം അങ്ങനെ എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്തത് ഉണ്ടായിരുന്നില്ല. നയനം ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ വെച്ചത് കേട്ടോ. ഒത്തിരി ലാഗാക്കി. ഞാൻ അല്പം വൈകിയാലും കഥകളൊക്കെ ഞാൻ പൂർത്തിയാക്കി തരും കേട്ടോ. കഥകൾ പൂർത്തിയാക്കും എന്ന് മാത്രമല്ല, പുതിയ കഥകൾ തുടങ്ങുകയും ചെയ്യും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉണ്ണിമായയുടെയും കവിതയുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ആദ്യമാണെന്ന് എനിക്കറിയാം. നമുക്ക് ഇലഞ്ഞിത്തറയിലെ കുഞ്ഞു വാവ വന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. ഇലഞ്ഞിത്തറയിലെ തെമ്മാടിക്കൂട്ടങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ധീരനായ ഭരതൻ നമ്പ്യാർക്ക് പേടിയോ? പേശായി. അവൾ ചിരിയോടെ പറഞ്ഞതും ഭരതൻ അവളെ അതിശയോക്തിയോടെ നോക്കി. എൻ്റെ കവിതക്കുട്ടിക്ക് പേടിയായില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്നു കണ്ണു ചിമ്മി. കള്ളം. അല്ലെന്നേ, എനിക്കിതേക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. പക്ഷേ ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഭരതേട്ടാ. പറഞ്ഞു തീരുമ്പോഴേ അവളുടെ നിറഞ്ഞൊഴുകിയ മിഴികൾ അവൻ ചുംബിച്ചു. ഒക്കെ ഭേദമാവും, ഞാനില്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണോ? അവൻ അവളെ കൈകൾ കൊണ്ട് മൂടി. ഭരതേട്ടന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഇഷ്ടമായോ? അവൾ ആരെപ്പോലെയാ? അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചി. ഒത്തിരി ഇഷ്ടമായി. അവൾ അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയാ. അച്ഛനും അമ്മയും സ്നേഹം കൊണ്ട് അവിടമാകെ ഒരു വലയം സൃഷ്ടിക്കുമ്പോൾ പാല് വയറ് നിറച്ച് കിട്ടിയതും ഞെട്ട് വായിൽ നിന്നും വിട്ട് കുഞ്ഞിപ്പെണ്ണ് ഇതൊന്നും അറിയാതെ ഗാഢനിദ്രയിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പേപ്പേഴ്സ് കിട്ടിയ സന്തോഷത്തോടെ വിഘ്നേഷ് മുറിയിലെത്തിയപ്പോൾ ഉണ്ണിമായ മടക്കി വെച്ച് കൊടുക്കുന്ന വസ്ത്രങ്ങൾ ഭാഗ്യ ബാഗിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വീക്ഷിച്ചു പുഞ്ചിരിക്കുന്ന മിഴികളോടെ സുബ്ബലക്ഷ്മി ആ മുറിയിലെ കസേരയിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാൾക്കും കൂടെ കൂട്ടുകാരിയുടെ കുഞ്ഞിനെ കാണാൻ നാട്ടിൽ പോകാമല്ലോ. സുബ്ബലക്ഷ്മി ഉച്ചത്തിലാണ് പറയുന്നത്. അത് കേട്ട് ഉണ്ണിമായയും ഭാഗ്യയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഉണ്ണിമായ ഡോക്ടറൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഒരുമിച്ചിറങ്ങാം. വിഘ്നേഷ് പറയുന്നത് കേട്ടതും അവളുടെ മുഖം വിവരണമായി. ഇത്രയും നാളുകൾ ആശുപത്രി അന്തരീക്ഷത്തിൽ കഴിഞ്ഞതിൽ അവളുടെ മനസ്സാകെ മടുത്തു തുടങ്ങിയിരുന്നു. ഇന്ന് പുലരും തൊട്ടുള്ള മനസ്സിലെ ആനന്ദം വീട്ടിൽ പോകാനുള്ള സ്വപ്നങ്ങളായിരുന്നു. ഡോക്ടർ വിളിപ്പിച്ച് ഇന്ന് പോകണ്ട എന്നെങ്ങാനും പറയുമോ എന്ന ആധിയിൽ അവൾ ഡോക്ടറുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. എന്താ ഉണ്ണിമായ, ഓക്കെ അല്ലേ? പുഞ്ചിരിച്ച മുഖത്തോടെ തലകുലുക്കിക്കൊണ്ട് ഡോക്ടർ തിരക്കി. ഫിസിയോതെറാപ്പിക്ക് നേതൃത്വം കൊടുത്തു ഉണ്ണിമായയെ അനായാസമായി എഴുന്നേറ്റ് നടത്തിപ്പിച്ചത് ഈ ഡോക്ടറുടെ കഴിവും പരിശ്രമവും കൊണ്ടാണ്. ഓക്കെയാണ് ഡോക്ടർ, എനിക്കിപ്പോൾ എവിടെയും വേദന തോന്നുന്നില്ല. അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്ത് സംസാരിച്ചു. വെരി ഗുഡ്. എന്തായാലും ഒരു 2 വീക്ക് മെഡിസിൻ കൂടെ ഞാൻ എഴുതിത്തരാം. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്കപ്പിന് വരണം. ഇനി ഫർദർ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം. ദെൻ ഗോ വെൽ. ഡോക്ടർ പറഞ്ഞു നിർത്തിയത് വിഘ്നേഷിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു. അവൻ അതിന് മറുപടിയായി തിരിച്ചും പുഞ്ചിരിച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. അമ്മയും അനിയൻ്റെ വൈഫുമൊക്കെ കാത്തു നിൽക്കുന്നു. അവൻ പോകാനൊരുങ്ങി എഴുന്നേറ്റതും ഉണ്ണിമായുടെ നെഞ്ചിലെ തീ അണഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാം, പക്ഷേ കെയറിങ് ആവാതെ നോക്കണം. ഒരു 3 മന്ത് കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഡോക്ടർ എടുത്തടിച്ചതുപോലെ അലസമായി പറഞ്ഞതും ഉണ്ണിമായ വിഘ്നേഷിനെ നോക്കാതെ മുഖം താഴ്ത്തി മുറിയിൽ നിന്നിറങ്ങി. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. കൂടെപ്പിറപ്പിനെ പിരിയുന്ന ദുഃഖത്തോടെ അവൻ ആ ഡോക്ടർക്ക് കൈകൊടുത്തു മടങ്ങി. ഇറങ്ങാൻ നേരം അവിടെ വെച്ച് സൗഹൃദം സ്ഥാപിച്ച കുറേ നല്ല സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. അവിടെയുള്ള ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥകൾ ഉണ്ടായിരുന്നു. ഓരോ മുഖങ്ങളിലും ഓരോ കഥകൾ. ഉണ്ണിമായുടെയും വിഘ്നേഷിൻ്റെയും ലഗേജുകൾ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ച് 4 പേരും കാറിൽ കയറി. കാർ ട്രാഫിക്കിൽ പെട്ട് കിടന്നു.
വിഘ്നേഷ് വാച്ചിൽ നോക്കി വെങ്കിടിയെ വിളിക്കണമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു വെളിയിലേക്കൊന്ന് നോക്കിയതും അവൻ്റെ തൊട്ടരികിൽ കിടക്കുന്ന കാറിൻ്റെ അപ്പുറത്തെ കാറിൽ മുൻസീറ്റിലിരിക്കുന്ന ആളെ കണ്ട് അവൻ്റെ മിഴികൾ പിടഞ്ഞു, നെഞ്ചം വിങ്ങി. കവിതയുടെ പ്രസവം കഴിഞ്ഞ് ഇത് 2ാം ദിവസമാണ്. രാവിലെ വന്ന് നഴ്സുമാർ യൂറിൻ ട്യൂബ് ഊരിക്കളഞ്ഞു. വല്ലാത്ത അസ്വസ്ഥതയും പുകച്ചിലും കാരണം യൂറിൻ ട്യൂബ് ഊരിക്കളയാൻ കവിത ഡോക്ടർ റൗൺസിന് വന്നപ്പോൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുറിവ് അല്പം ഉണങ്ങട്ടെ, അതുവരെ അനങ്ങാതെ കിടക്കാൻ നിർദ്ദേശം നൽകി. അരക്കെട്ടിലെ മുറിവ് തുടച്ച് മരുന്നിടാൻ നഴ്സുമാർ വരുമ്പോഴാണ് സുചിത്രയും മേഘ്നയും കവിതയുടെ അരക്കെട്ടിലെ തുന്നിച്ചേർത്ത മുറിവ് കാണാറുള്ളത്. ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കവിതയ്ക്ക് എന്തോ ദുരിതം പിടഞ്ഞെന്ന ചിന്ത അവരിൽ നിന്ന് ദൂരെ പോയിട്ടില്ല. സുചിത്രയും മേഘനയും കുഞ്ഞിപ്പെണ്ണിനെ വെയിൽ കൊള്ളിക്കാൻ ടെറസിലേക്ക് പോയിരിക്കുകയാണ്. ഭരതൻ വാങ്ങിക്കൊണ്ടു കൊടുത്ത മാതള ജ്യൂസും കുടിച്ചു കവിത ഇരുന്നു. അരികിൽ തൻ്റെ തലമുടി തലോടുന്നവനോടുള്ള വാത്സല്യം ആ കണ്ണിൽ തിളങ്ങി നിന്നു. ഇങ്ങനെ ലീവ് എടുത്താൽ ഇനി അവിടെ ജോലി ഉണ്ടാകുമോ മാഷേ? മാനേജ്മെൻറ്റ് പിരിച്ചുവിടുമോ? കവിത പതിയെ തിരക്കി. അത് നമ്മുടെ സ്കൂളല്ലേ, അവിടുത്തെ മാനേജർ ഈ ഭരതൻ നമ്പ്യാരല്ലേ കുട്ടിയെ? ജോലിക്കെടുക്കുന്നതും പിരിച്ചുവിടുന്നതും ഞാൻ തന്നെ. ഇനി അഥവാ ജോലി പോയാലും തൂമ്പെടുത്ത് കിളിച്ച് ഞാൻ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും പോറ്റും. കാണണോ നിനക്ക്? ഭരതൻ തഴമ്പിച്ച ആ വലിയ കൈകൾ വിടർത്തി. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. വിടർത്തിയ കൈകളിൽ അവളുടെ കരം വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കഴിയില്ലേ? ആശങ്കയോടെ അവൻ്റെ മിഴികൾ നോക്കി അവൾ തിരക്കി. ഞാനില്ല പെണ്ണെ കൂടെ. അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളെ നേരെ ബെഡിൽ ഇരുത്തി കൈകൾ പിടിച്ചു പതുക്കെ എഴുന്നേൽപ്പിച്ചു നിർത്തി. വേദന കൊണ്ട് പുളഞ്ഞവളുടെ അണപ്പ് കേട്ട് ഭരതൻ്റെ ഹൃദയം പൊട്ടി. എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. അവളുടെ വിറക്കുന്ന കരങ്ങളാൽ അവനെ ചേർത്തു പിടിച്ചു. ഞാനില്ലേ കൂടെ? എന്നെ വിശ്വാസമില്ലേ? വേദന നിറഞ്ഞ അവൻ്റെ മുഖഭാവം കണ്ടതും അവൾ ഓരോ ചുവടുകളും എടുത്തു വെച്ചു. അരക്കെട്ട് മുറിയുന്ന വേദന അനുഭവപ്പെട്ടെങ്കിലും അവൾ മൗനമായി മുന്നോട്ട് നീങ്ങി. ബാത്റൂമിലേക്ക് കവിതയെ കടത്തിവിട്ട് അവൻ പുറത്ത് തന്നെ നിന്നു. ബാത്റൂമിന് പുറത്ത് തള്ളി നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ മനസ്സ് സംഘർഷഭരിതമായിക്കൊണ്ടിരുന്നു. അവൾ പുറത്തു വരാൻ വൈകുന്നത് കണ്ടതും ഭരതൻ വാതിലിൽ മുട്ടാൻ കൈ ഓങ്ങിയതും കവിത വാതിൽ തുറന്നിരുന്നു. എന്തു പറ്റി പെണ്ണെ? കവിതയുടെ വീർത്തുകെട്ടിയ നെറ്റി കണ്ട് നേർത്ത സ്വരത്തോടെ അവൻ പതിയെ തിരക്കിയതും അവൾ ഒന്നുമില്ലെന്ന് തലകൊണ്ടാട്ടി പുറത്തേക്കിറങ്ങി. അവൻ്റെ കൈകൾ പിടിച്ചു ബെഡിൻ്റെ അരികിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ആദ്യം നടന്നപ്പോൾ അനുഭവിച്ച വേദനയോളം അവൾക്ക് പിന്നെ തോന്നിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കഴിഞ്ഞ് കവിതയും കുഞ്ഞും ഇലഞ്ഞിത്തറയിലെത്തിയപ്പോൾ മേഘന താലത്തിൽ തിരിവെച്ചു അമ്മയെയും അതിഥിഭാവയെയും ഒഴിഞ്ഞു അനുഗ്രഹിച്ചു. ഭരതൻ കവിതയുടെ കൈ പിടിച്ച് വലതുകാൽ വെപ്പിച്ചു പടികൾ കയറ്റി. ഗോവണിയുടെ താഴത്തുള്ള അവരുടെ മുറിയിലേക്ക് പ്രവേശിച്ചതും കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഭിത്തി നിറയെ കുഞ്ഞുങ്ങളുടെ ചിത്രവും വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണും കൊണ്ട് അലങ്കരിച്ചിരുന്നു. തെർമോക്കോൾ കൊണ്ട് വെൽക്കം എന്ന് എഴുതിയത് വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് കവിത കുഞ്ഞിനെയും പിടിച്ച് മുറിയിലേക്ക് കയറി നിന്നു. കട്ടിലിനരികിൽ വെച്ച തേക്ക് മരം കൊണ്ട് പണിത തൊട്ടിലിൽ അവൾ പതിയെ തലോടി. ഇതൊക്കെ എപ്പോ ചെയ്തു വെച്ചെന്ന ചോദ്യഭാവത്തോടെ അവൾ ഭരതനെ നോക്കി. അവനൊന്ന് കൺചെമ്മി ചുമൽ കൂച്ചി. കുഞ്ഞിപ്പെണ്ണിന് പാൽ കൊടുത്ത് ഉറക്കിയിട്ട് അല്പം വിശ്രമിച്ചോ എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ മുറിവിടാൻ ഒരുങ്ങിയിട്ടും കൂസലില്ലാതെ ഭരതൻ ബെഡിൽ കയറിയിരുന്നു. എടി പെണ്ണേ, ഇവനെ ഇവിടെ ഇരുത്തിയാൽ അവൾ നല്ലോണം വിശ്രമിക്കും. കൃഷ്ണനുണ്ണി മേഘനയുടെ കാതിൽ പറഞ്ഞതും അവൾ സാരിത്തലപ്പ് അരയിൽ തിരികെ വെച്ച് കണ്ണുരുട്ടി ഭരതൻ്റെ അടുത്തെത്തി. ഭാര്യ പ്രസവിച്ച് കിടക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ആദ്യം ഭരതൻ്റെ ചെവിയിൽ മുറുകെ പിടിച്ചു, അത് വിട്ട് കയ്യിൽ ബലമായി പിടിച്ചു കൊണ്ടുപോയി. ഏട്ടത്തി, അവൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ കാണും. ഈ ഏട്ടത്തിത്. ഭരതൻ കുതറിത്തിരിയാൻ ശ്രമിക്കുന്നുണ്ട്. മേഘന വിടുന്ന ഭാവമില്ല. ആ ഉള്ളവൻ്റെ മനം പിടഞ്ഞുള്ള പോക്ക് കണ്ട് കവിത മുഖം പൊത്തി ചിരിച്ചു. അവൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട് ഇവിടെ. പോരാത്തതിന് അമ്മയും. അവനെ ഹാളിൽ നിർത്തി മേഘന അടുക്കളയിലേക്ക് പോയി. പെണ്ണും പിള്ളയുടെ അടുത്ത പ്രസവം ഇവിടെയല്ലേ?
പകരം ഞാൻ വെട്ടിക്കോളാം. ഗോവണിയുടെ പിറകിൽ ഒളിഞ്ഞു നിന്ന് ചിരിക്കുന്നവരെ നോക്കി ഭരതൻ നാക്ക് കടിച്ചു. എന്നിട്ട് മുണ്ട് മടക്കി കുത്തി പിറകിലേക്ക് കയ്യും കെട്ടി മുറ്റത്തേക്കിറങ്ങി. ഉച്ചയ്ക്ക് സുനിതയും മക്കളും കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നിരുന്നു. അവരെ കാണാൻ വേണ്ടി മാത്രം സ്കൂൾ കട്ടാക്കിയ വിപിനും സുചിത്രയുടെ വക നല്ല ആട്ട് കേട്ടു. 2 ചേട്ടന്മാരും കുഞ്ഞിപ്പെണ്ണിനെ ഈച്ച പൊതിയും പോലെ വട്ടം ചുറ്റി. അവസാനം കവിത ഇത്തിരി ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് 3 പേരെയും സുചിത്ര വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വൈകുന്നേരം സുചിത്ര ഉണ്ടാക്കി മുറിയിൽ കൊണ്ട് കൊടുത്ത ചെറുപയറിൽ തേങ്ങയും ശർക്കരയും ഇട്ട് കുഴച്ചത് കവിത സ്പൂണിലെടുത്ത് കഴിച്ചു. തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ അരികിൽ ചെന്നു നിന്ന് ഒടുക്കം ഗ്ലാസ്സിലിരിക്കുന്ന പാലും മുഴുവൻ കുടിച്ചു. പുറത്തു നിന്ന് അടക്കി പിടിച്ചുള്ള ചിരിയും കുറേ പാദസര കിലുക്കവും കേട്ടു. ചെവിയെന്ന് കൂർപ്പിച്ച് വരുമ്പോഴേക്കും ആ വലിയ മരവാതിലുകൾ 2ആയി തുറന്നിരുന്നു. എടി കവിതേ! രമണിയും സീനത്തും ആർത്തുല്ലസിച്ചു കൈയും രണ്ടും നീട്ടി കവിതയുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾ വിരൽ കൊണ്ട് പതുക്കെ എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആര് കേൾക്കാൻ, ആരനുസരിക്കാൻ? ബഹളം കേട്ട് കുഞ്ഞിപ്പെണ്ണ് ഞെട്ടി ഉണർന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. തൃപ്തിയായല്ലോ രണ്ടിനും. പോത്തുപോലെ വളർന്നാൽ പോരാ, ബുദ്ധിയും വെക്കണം. കവിത സ്കൂൾ ടീച്ചറെ പോലെ കണ്ണുരുട്ടി ശാസിച്ചു. മുൻപിൽ തലതാഴ്ത്തി നിന്ന് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ 2 സ്കൂൾ കുട്ടികൾ. കെട്ടിക്കൊച്ചുണ്ടായി നോക്കണം, അപ്പം അറിയാം പൊല്ലാപ്പ്. വാശിയോടെ കരയുന്ന കുഞ്ഞിപ്പെണ്ണിനെ കോരിയെടുത്തു കവിത നൈറ്റിയുടെ സിബഴിച്ചു. തിരിഞ്ഞിരുന്ന് പാല് കൊടുക്കുമ്പോഴും നോട്ടം അവൾ മാറ്റിയില്ല. വാവ ഉറങ്ങാണെന്ന് അറിഞ്ഞില്ല. സീനത്ത് അവളുടെ അരികിൽ ചെന്നിരുന്നു. ഇരുവരുടെയും മുഖത്തെ ദുഃഖം കണ്ടതും കവിതയുടെ മനസ്സൊന്ന് അയഞ്ഞു. കുഞ്ഞുങ്ങൾ അവർക്ക് തോന്നുമ്പോൾ ഉറങ്ങും. എപ്പോഴും നമ്മൾക്കൊരു ജാഗ്രതയിലായിരിക്കണം. കല്യാണം കഴിയട്ടെ, ഒക്കെ തെരിയും. കുസൃതി ചിരിയോടെ അവൾ സീനത്തിനെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അടുത്ത മാസം സീനത്തിൻ്റെ നിക്കാഹാണ്. വരൻ ഗൾഫുകാരനായതിൻ്റെ മതിപ്പിലാണവൾ. ഉണ്ണിമായ വന്നില്ലേ കുഞ്ഞിനെ കാണാൻ? രമണി കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ കയ്യിലേക്ക് വാങ്ങി. നിന്റെ വയറ് കാണാനും വന്നില്ലല്ലോ. എരിവ് കയറ്റാൻ രമണി ഒന്നുകൂടെ ഇട്ടുകൊടുത്തു. ഉണ്ണിമായുടെ കാര്യം എന്നോട് ഇനി സംസാരിക്കരുത്. എന്നെ കാണാൻ വരാത്ത, എന്തിനീ കുഞ്ഞിനെ പോലും കാണാൻ വരാത്ത അവളോട് എനിക്കിനി കൂട്ടില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ അറുത്തുമുറിച്ചു പറഞ്ഞു. കവിതേ! ഭരതൻ്റെ നീട്ടിയുള്ള വിളി കേട്ട് 3 പേരുടെ മിടികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. ചെറിയമ്പ്യാര്! സീനത്ത് പതിയെ രമണിയുടെ കാതിൽ പറഞ്ഞു എഴുന്നേറ്റു. ഞങ്ങൾ പിന്നെ വരാം കവിതേ. കുഞ്ഞിപ്പെണ്ണിനെ കവിതയുടെ മടിയിൽ വെച്ചു കൊടുത്തു. ആ ഇളം കവിളിൽ ഒന്ന് തൊട്ട് ഇരുവരും അവിടെ നിന്നും പോയി. നേരത്തെ പറഞ്ഞ വാക്കുകളുടെ അമർഷവും അണപ്പും കവിതയിൽ നിന്നും വിട്ടുപോയിരുന്നില്ല. നീ എന്തൊക്കെയായി പറയുന്നത്? ഭരതൻ അരികിൽ വന്ന് അവളുടെ കവിളിൽ തലോടി. പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു? ഹോസ്പിറ്റലിൽ ദേഹം പൊളിയുന്ന വേദന തിന്ന് ഞാൻ കിടക്കുമ്പോഴെങ്കിലും അവളൊന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചു. അതുണ്ടായില്ല. ഈ നിമിഷം വരെ അവളെ എന്നെ ഒന്ന് വിളിച്ചോ? എൻ്റെ വിശേഷം അന്വേഷിച്ചോ? കവിതയുടെ കണ്ണുകൾ പിടച്ചു, ദേഹം വിറച്ചു. ഇത്തരം സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കവിതയിൽ നിന്നും അന്യമായിരുന്നു. അവളുടെ പൊടുന്നനെയുള്ള മാറ്റം കണ്ട് ഭരതൻ ഞെട്ടി നിൽക്കുകയാണ്. ഇനി അവളെ എനിക്ക് കാണണ്ട. കവിത വാശിയോടെ കണ്ണുകൾ തുടച്ച് മൂക്കു വലിച്ചു. കാര്യമറിയാതെ നീ ഇങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ പറയുന്നത് നീ സമാധാനമായിരുന്നു കേൾക്കണം. ഇനിയും നിന്നോടിത് മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. മുഖവുരയോടെയുള്ള അവൻ്റെ തുടക്കം കണ്ട് കവിത നെറ്റി ചുളിച്ചു. മനസ്സൊന്ന് ശാന്തമായപ്പോഴാണ് വിഘ്നേഷ് ബാങ്കിൽ വന്ന് തുടങ്ങിയത്. നിമിഷയോട് അപ്ഡേറ്റ്സ് ഒക്കെ ചോദിച്ചറിഞ്ഞു. പെൻഡിംഗ് ഉള്ള ഫയൽസ് നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഫോൺ വിളിച്ച് സഹധർമ്മിണിയുടെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. അവളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഊർജത്തിൽ നിന്നും ഓഫീസിൽ ഇരിക്കാനുള്ള അലസത മാറ്റിക്കൊണ്ടിരുന്നു. മേ ഐ കമ്മിങ്? ആ ചോദ്യത്തോടൊപ്പം പതിയെ ഡോർ തുറന്നു വന്നു. യെസ്. അവൻ മുഖമുയർത്താതെ അനുവാദം കൊടുത്തു. പിങ്ക് ടോപ്പ് ധരിച്ച് തോളിൽ ഹാൻഡ് ബാഗ് ഇട്ട് തനിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നവളെ മുഖമുയർത്തി നോക്കി. ഹൃദയതാളത്തിൻ്റെ വേഗത കൂടി തൊണ്ട വരണ്ടു പോയതുപോലെ തോന്നിയെങ്കിലും മുഖത്തൊരു ആശ്ചര്യം പോലും അവൻ പ്രകടിപ്പിച്ചില്ല. അല്ലെങ്കിലും എന്ത് ആശ്ചര്യപ്പെടാനാണ്? ഈ കണ്ടുമുട്ടൽ ഏറെ നാളായി അവൻ ആഗ്രഹിച്ചതാണ്. തുടരും. ഇനി എന്ത് പൊല്ലാപ്പാണപ്പാ? നോക്കി നോക്കാം അല്ലേ? അടുത്ത പാർട്ടിൽ അറിയാം കേട്ടോ. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ ഉണ്ടാവണം. ആരും എന്നോട് ദേഷ്യം കാണിക്കരുത് കേട്ടോ. ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് കഥ വൈകുന്നത്. എനിക്ക് ഒത്തിരി ആഗ്രഹം ദിവസവും കഥ തരാൻ തന്നെയാണ്.
നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അത് വൈകുമ്പോൾ ഇത്തിരി സങ്കടം ഉണ്ടാവില്ലേ? എനിക്ക് മനസ്സിലാവും. ആവും പോലെ തരാം. നിങ്ങൾ എന്നെ കാത്തിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.